വിവാഹത്തിനായി നാഗ്പൂരിലേക്ക് പോകണമെന്ന് ലോയയെ നിർബന്ധിച്ച 2 ജഡ്ജിമാർ അദ്ദേഹത്തോടൊപ്പം പോയിരുന്നില്ല. ലോയ ഒരു CBI കോടതി ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തിന് സുരക്ഷയും അകമ്പടിയും ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. എന്നാൽ അതൊന്നും ഈ സംഭവത്തിൽ ഉണ്ടായില്ല. കുടുംബം മൃതദേഹം കണ്ടപ്പോൾ ഷർട്ടിന്റെ പിൻഭാഗത്ത് കഴുത്തിൽ രക്തക്കറകൾ ഉണ്ടായിരുന്നു. കണ്ണട കഴുത്തിന് താഴെയായിരുന്നു. അദ്ദേഹത്തിന്റെ ബെൽറ്റ് എതിർദിശയിലേക്ക് വളച്ചൊടിക്കപ്പെട്ടിരുന്നു. പാന്റിന്റെ ക്ലിപ്പ് ഒടിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ തലയിൽ പിൻവശത്ത് രക്തക്കറകളും മുറിവുകളും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് കുടുംബാംഗങ്ങൾ ക്യാരവാനോട് പറഞ്ഞത്. എന്നാൽ നാഗ്പൂരിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പുറത്തിറക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വസ്ത്രങ്ങളുടെ അവസ്ഥ അത് വെള്ളത്തിൽ നനഞ്ഞതാണോ, രക്തം പുരണ്ടതാണോ, ഛർദിയോ ഭ്രൂണമോ കൊണ്ട് മലിനമായതാണോ എന്ന ചോദ്യത്തിന് ഉണങ്ങിയത് എന്ന് മാത്രമായിരുന്നു ഉത്തരം. രണ്ടാമതൊരു പോസ്റ്റ്മോർട്ടം കുടുംബം ആവശ്യപ്പെട്ടെങ്കിലും ലോയയുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കരുതെന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു. നിയമപരമായ നടപടിക്രമങ്ങൾ അനുസരിച്ച് മരിച്ചയാളുടെ എല്ലാ സ്വകാര്യ വസ്തുക്കളും പോലീസ് വകുപ്പ് ശേഖരിച്ച് സീൽ ചെയ്യുകയും അവയെല്ലാം കുടുംബത്തിന് കൈമാറുകയും ചെയ്യാറുണ്ട്. എന്നാൽ കുടുംബത്തിന് ഇത്തരം കാര്യങ്ങളൊന്നും ലഭിച്ചില്ല. ലോയയുടെ മൊബൈൽ ഫോൺ കുടുംബത്തിന് 4-ാം ദിവസമാണ് ലഭിക്കുന്നത്. അതും തിരികെ നൽകിയത് പോലീസ് അല്ലായിരുന്നു. ലോയ താമസിച്ചിരുന്ന VIP ഗസ്റ്റ് ഹൗസായ രവിഭവന് ചുറ്റും ഓട്ടോ സ്റ്റാൻഡോ ഓട്ടോറിക്ഷ ലഭിക്കാനുള്ള സാഹചര്യമോ ഇല്ലായിരുന്നു. എന്നിട്ടും ലോയയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഓട്ടോയിലായിരുന്നു. മന്ത്രിമാർ, IAS IPS ഉദ്യോഗസ്ഥർ, ജഡ്ജിമാർ എന്നിവരുൾപ്പെടെയുള്ള VIP-കളെ പതിവായി സ്വീകരിക്കുന്ന രവിഭവനിൽ ലോയയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വാഹനം പോലും ലഭ്യമായിരുന്നില്ലേ എന്ന ചോദ്യവും ഉയർന്നിരുന്നു. ലോയയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ കുടുംബത്തെ എന്തുകൊണ്ട് അറിയിച്ചില്ല? അദ്ദേഹം മരിച്ചുടനെ അവരെ എന്തുകൊണ്ട് അറിയിച്ചില്ല? പോസ്റ്റ്മോർട്ടത്തിന് അനുമതി ചോദിക്കുകയോ നടപടിക്രമം നടത്തുന്നതിന് മുമ്പ് അറിയിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ആരാണ് പോസ്റ്റ്മോർട്ടം ശുപാർശ ചെയ്തത്? എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ശുപാർശ ചെയ്യാൻ ലോയയുടെ മരണത്തിൽ സംശയാസ്പദമായ എന്താണ് ഉണ്ടായിരുന്നത്? ഡാൻഡെ ആശുപത്രിയിൽ അദ്ദേഹത്തിന് എന്തു മരുന്നാണ് നൽകിയത്? തുടങ്ങിയ ചോദ്യങ്ങൾക്കും ഇതുവരെ വ്യക്തതയില്ല. പോലീസിന്റെ അഭിപ്രായത്തിൽ ലോയ രാവിലെ 4-ന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് രാവിലെ 6:15 മരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ രാവിലെ 5 മണി മുതൽ അവർക്ക് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് കോളുകൾ ലഭിച്ചു തുടങ്ങിയിരുന്നു. മരണകാരണമായി പറയുന്ന ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ലോയയ്ക്കില്ലായിരുന്നു എന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു. ലോയയുടെ മരണം ഹൃദയാഘാതത്തെ തുടർന്നാണെന്ന റിപ്പോർട്ടുകൾ പിന്നീട് ഡൽഹി എയിംസിലെ ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടെക്സോക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മുൻ മേധാവിയായിരുന്ന ഡോക്ടർ RK ശർമ്മ തള്ളിയിരുന്നു. തലച്ചോറിന് ക്ഷതമേറ്റതിന്റെ അടയാളങ്ങളും വിഷബാധയുടെ സാധ്യതകളും രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് ശർമ്മ പറഞ്ഞതായി ക്യാരവാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. സൊഹാബുദ്ദീൻ കേസിൽ അമിത് ഷായ്ക്ക് അനുകൂല വിധി നൽകാൻ ജസ്റ്റിസ് ലോയയ്ക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് ക്യാരവാനുള്ള അഭിമുഖത്തിൽ ലോയയുടെ പിതാവ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിനായി ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മോഹിത് ഷാ തനിക്ക് 100 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്നും മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ലോയ തന്നോട് പറഞ്ഞിരുന്നതാണ് പിതാവ് പറഞ്ഞത്.